ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് തൂക്കുപാലം കാണാൻ ഇറങ്ങിയതാണേ. കുറേ നാൾക്ക് മുമ്പ് പോയത്, ഒരു 4 വർഷത്തിന് മുമ്പ് കണ്ട് പോയതാണേ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടൊന്ന് വരാം അല്ലേ. പോകുന്ന വഴി 2 വശത്തും ഇതുപോലെ എണ്ണപ്പനകളാണേ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ, നല്ല ഭംഗിയും. എത്ര ചൂടുണ്ടെങ്കിലും ഒരു പ്രത്യേക തരം ഒരു കാലാവസ്ഥയാണ്. ഈ എണ്ണപ്പനകൾ കഴിക്കാനാണ് ആനകളൊക്കെ ഇറങ്ങി വരുന്നത്. അങ്ങനെയൊക്കെ പറയാറുണ്ട്, ഇവിടെ ആന വരാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് പാം ഓയിൽ ഉണ്ടാക്കുന്ന പാം ട്രീ ആണ്. പാം ട്രീ അവിടെ നിൽക്കുന്നേ, എനിക്കും പേടി. ഇത് ദേഹത്തോട്ട് ചാടി കയറും. അവിടെ നിന്നേ പപ്പ നാട് നോക്കുന്നുണ്ട്, ചെറുക്കനെ നോക്കുന്നുണ്ട്. ചെറുക്കനെ നേർക്ക് വാ വിളിക്കുന്നുണ്ട്. എനിക്ക് പേടിയാ. ഇതല്ല എന്തേലും ഉണ്ടെങ്കിൽ മേടിക്കാനായിരിക്കും അത് നിൽക്കുന്നത് കേട്ടോ. ചെറുക്കനെ തട്ടിപ്പറിച്ചോണ്ട് പോലെ ചെറുക്കനെ ഒന്നും ഇത് വരുന്നു. ചെരുപ്പ് തന്നെ കുരങ്ങൻ വല്ലതും വരികയാണ് ഓടേണ്ടതാ. ചെരുപ്പ് ഊരിക്കൊണ്ടിരിക്കും. ഞാൻ നോക്കി നിൽക്കത്തില്ല കേട്ടോ. ചെരുപ്പൂരി കുരങ്ങൻ വരുമെന്ന്. ഇപ്പം മഴ പെയ്യാൻ പോവാ. നമ്മളെന്ന് വന്നാലും ഇവിടെ മഴയാ. വേണ്ടെന്തേ കുരങ്ങൻ ഇരിക്കുന്നു കണ്ടോ? അതേണ്ട ഇവിടെ വന്ന് ദേ അങ്ങോട്ട് നോക്കിയേ. 2 കൈ കൊണ്ട് പിടിക്കാൻ. ചെറുക്കനൊരു പടിയില്ല പെണ്ണ് പിടിച്ചപ്പോ. അപ്പം നമ്മളിവിടെ എത്തി തൂക്കുപാലം കാണാനൊക്കെ. അവിടെ ചെറിയൊരു പാർക്കുണ്ട്, ചെറിയ പാർക്ക്, കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ കയറി കളിക്കാനായിട്ട് ചെറുത്. അപ്പം ഇവിടെ നിറച്ചും കുരങ്ങന്മാരുടെ ശല്യം കേട്ടോ. അത് പറയാതിരിക്കാൻ മേല. എന്ത് സാധനം ഉണ്ടെങ്കിലും എടുത്തുകൊണ്ട് പോകും. ബാഗൊന്നും വെക്കാൻ പറ്റത്തില്ല, എടുത്തുകൊണ്ട് പോകും കേട്ടോ. കേറ്, എന്തോത്തിൻ്റെയിലൊക്കെ കേറ്. കുരങ്ങൻ വരത്തില്ല, കുരങ്ങൻ അങ്ങ് നിൽക്കുക. ദേ അങ്ങോട്ട് നോക്കി, അത് ഇങ്ങോട്ട് വരത്തില്ല. അത് ഓരോ സാധനം ഇങ്ങനെ കഴിക്കുകയാണ്, ഇങ്ങോട്ട് വരത്തില്ല. ആ കഴിക്കും. ഇതും പഴങ്ങളാ. മധുരമുള്ളതൊക്കെ കഴിക്കും. ഇറങ്ങ്. ടാറ്റാ. പിടിച്ച് പോരും. പേടിയാണ് വേണ്ട. ഈ ഒരു സാധനത്തിൽ കയറിയപ്പോൾ വാവച്ചൻ കരഞ്ഞേ. പേടിയാന്ന് തോന്നുന്നു ആൾക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന കണ്ടപ്പോൾ ആൾക്ക് പേടി. പിന്നെ നമ്മളതേ അങ്ങ് ഇറക്കി. പ്രകൃതിയുടെ ഭംഗി, ശാന്തം, സുന്ദരം, എല്ലാം നല്ല ശാന്തമായിട്ട് കിടക്കുന്നു. എന്ത് രസം കുഞ്ഞേ. അതെ ദേ അങ്ങോട്ട് നോക്കിയേ. മല ഇത് കെട്ടി നിർത്തിയേക്കുന്ന വെള്ളം ഇങ്ങനെ വിട്ടിരിക്കുന്നതാണ്ടാ. ആഴമില്ല, പക്ഷേ ഭയങ്കര ഒഴുക്കാടാ. ഒരാളാകെ പേടിച്ചായിരുന്നേ. ഇപ്പോൾ 1-2 പേരൂടെ അവിടെ വന്നത് കൊണ്ട് പേടിയൊക്കെ മാറി. നിറച്ചും കുരങ്ങന്മാരാട്ടോ. അപ്രാവശ്യം നോക്കിയോ ഞാൻ അവിടെ ആൾക്കാർ ഈ തൂക്കുപാലത്തെ കൂടെ ചെന്ന് ഇറങ്ങി അതുവഴിയൊക്കെ പോകുന്നുണ്ട്. നമുക്കൂടെ പോകണം. അങ്ങനെ നമ്മളിപ്പോൾ തൂക്കുപാലത്തെ കയറാൻ പോവാണേ. ഈ കൂട്ടത്തിൽ പേടി ആർക്കാന്ന് നമുക്ക് വീഡിയോ കണ്ടറിയാവേ. പേടിച്ച് വീഡിയോ എന്ന് പറഞ്ഞ പുറവശേ കാണത്തുള്ളൂ. പൊട്ടെ ചെറുക്കനെ പിടിച്ചോണം കേട്ടോ. പേടിച്ച് കുറച്ച് അവിടെ കിടന്നാലും വേണ്ട. അണയ്ക്കുന്നുണ്ട് മമ്മി.
അവിടെ നിൽക്കും. മമ്മിക്ക് പേടിയാ. മമ്മി ചെറുക്കനെ സൂക്ഷിക്കണം കേട്ടോ. തല കറങ്ങും വല്ലതും ഇരിക്കുവാണെങ്കിൽ അവിടെ അങ്ങ് ഇരുന്നാൽ മതി. വാ, ഒരാട്ടവും ഇല്ല. ഇപ്പം വേണ്ട ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മുകളിലത്തെ ഇത് നേരത്തെ ഇത്രയും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഒട്ടും ആടുന്നില്ല. വാ, മുന്നേ നടക്ക്. കുഞ്ഞിന്റെ വീഡിയോ കാണണ്ടേ ഇതിനകത്ത്. ചെറുക്കനെ നടത്ത്. ആ നടന്നോളൂ. ചെറുക്കൻ നടന്നോളൂന്ന് ഇവിടെ. പപ്പയ്ക്കാണല്ലോ പേടി. പിന്നെ ചെറുക്കന്റെ കാര്യം പറഞ്ഞാൽ മതി. അതിനെ ഇറക്കം പേടിയാണെങ്കില് അതിന് പേടി. അത് നടന്നോളൂന്ന്. നിക്കടാ, മമ്മി ആവെ പിടിക്കാൻ. പപ്പയാണെങ്കിൽ ചെറുക്കന്റെ പേര് പറഞ്ഞിട്ട് പപ്പയ്ക്ക് പേടി. പപ്പയ്ക്ക് പേടി. പപ്പയുടെ മൂന്ന് കണ്ടോടാ. പപ്പ പേടിച്ച് അപ്പം ചേട്ടൻ മാവയെ എൻ്റെ തന്നിട്ട് ഒരു പോക്ക് പോയി. അങ്ങോട്ട് പെട്ടെന്ന് അപ്പുറത്തോട്ട് നടന്നങ്ങ് പോയി കേട്ടോ. തിരിഞ്ഞു പോലും നോക്കാതെ. സത്യം പറയാം, അതുപോലെ പേടിച്ചിട്ടാണ് ആളങ്ങനെ പോയത്. ഞാനും വാവയും ജിംബ്രൂട്ടിയും ഞങ്ങളും 3 പേരും പതിയെ നടന്നു പോരുന്നത്. വാവയാണെങ്കിൽ അവിടെ ഇരിക്കുകയും അവിടെ നിൽക്കുകയൊക്കെ എന്ത് ചെയ്താൽ വരുന്നില്ല. കുഞ്ഞു പിള്ളേരെ ഈ എടുത്തുകൊണ്ട് നടക്കുന്നതിനേക്കാളും നല്ലത് അവരുടെ കൈക്ക് പിടിച്ച് നടത്തുന്നതെന്ന് തോന്നുന്നു. കാരണം ഇതുപോലുള്ള പ്രായത്തിലുള്ള പിള്ളേർ പെട്ടെന്ന് കുതറും. അങ്ങോട്ടും ഇങ്ങോട്ടും കുതിറും ഇറങ്ങാൻ വേണ്ടി, താഴോട്ട് ഇറങ്ങാൻ വേണ്ടി. ഇങ്ങനെ പേടിക്കല്ലേ? എന്തുവാണ് ഇത്? ഇങ്ങനെ പേടി എന്തിനാ? എവിടെ എന്തിയേ? അവിടെ ഇതുപോലൊക്കെ തന്നെ നമുക്ക് നോക്കാം. കുറേ ചെടികളൊക്കെ ഉണ്ട്. ചൂപ്പാട് തീർന്നതിന് ഇച്ചിരി വെള്ളമോ ഐസ്ക്രീമോ എന്തേലും ഒക്കെ വേണം. അപ്പോൾ നമ്മൾ പാലം കടന്ന് തൂക്കുപാലം കടന്ന് ഇപ്പുറ സൈഡിലെത്തി. അവിടെ എൻട്രിയിൽ പാസ് ഉണ്ട് കേട്ടോ. പൈസ കൊടുക്കണം അപ്പുറവശത്തും. അങ്ങനെ അപ്പുറവശത്ത് വന്ന് കുറച്ച് ഗാർഡനും പിന്നെ കുറച്ച് ചെറിയ പാർക്ക് പോലെ ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്കൊന്നും ഇല്ല. ഞങ്ങൾ വന്ന സമയത്ത് ഒരു തിരക്കും ഇല്ല. അവധിയായിട്ട് ഒരു തിരക്കും ഇല്ല. ഗാർഡനാണ് നല്ല ശാന്തമായ നല്ല ശുദ്ധവായു. അതാണ്. സംഭാരമൊക്കെ ഐസ്ക്രീം ഒന്നും വേണ്ടേ? ഇവിടെ എപ്പോഴും ആൾക്കാർ തൂത്തടിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഒത്തിരി മരങ്ങളുണ്ട്, തണലുണ്ട്. ഇത്രയും വെയിൽ ഉച്ച സമയത്താണ് ഞങ്ങൾ വന്ന് നിന്നിട്ടും വെയിലിൻ്റെ ഒന്നും അറിയാനില്ല കണ്ടോ. ദാഹിച്ചിട്ട് ഒട്ടും വയ്യാതായേ. നമുക്കിനി എന്തെങ്കിലുമൊക്കെ നാരങ്ങ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പോകാം. കുഞ്ഞിന് ചിത്രശലഭം എന്തോരം ചിത്രശലഭമാടാ. നോക്കിക്കേ. വന്നേ, മമ്മി ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. എവിടെ നിന്നേ? ചിത്രശലഭത്തിന്റെ അടുത്ത് നിന്നേ. അത് വരത്തില്ല, ചെടിയിലേ ഇരിക്കത്തുള്ളൂ. കുഞ്ഞങ്ങോട്ട് നീ നിന്നേ. ആ അവിടെ നിന്ന്. എന്നിട്ട് അടുത്ത് പോയി നിൽക്കാത്തത്. ഇവിടെ നിൽക്കേ. അത് ചെടിയിലേ ഇരിക്കത്തുള്ളൂ. കുഞ്ഞിൻ്റെ അടുത്ത് വരത്തില്ല അത്. ഇവിടെ നിൽക്കുന്നേ. കണ്ട കിടക്കുന്നേ. അവളോട് നീ നിന്നേ. നീ നിൽക്കുന്നു പെണ്ണേ. ഇഷ്ടം പോലെ ചിത്രശലഭം. അത് കുഴപ്പമില്ല. അയ്യോ പാവം, ഒരാൾ താഴെ വീണിട്ട് പോയാണ്ട. അവരൊക്കെ പോയി പിടിക്കുന്നുണ്ടോ? കുഞ്ഞിനാണ് പേടി. അടുത്ത് പോയി നിന്നേ. കണ്ട അങ്ങോട്ട് നിന്നേ. ചെന്ന് ചെറുക്കനൊന്ന് കാണിക്കാവോ? ഒരു വീഡിയോ എടുക്കാനോ? കൈയൊന്ന് നീട്ടിക്കേ. കൈ മാത്രം കാണിച്ചു നീട്ടിക്കേ. കൈ വന്നിരിക്കുമെന്നറിയാനാ. ചെറുക്കൻ്റെ കൈയല്ല. ഈ ചെടിയിൽ മാത്രം ഇങ്ങനെ ചിത്രശലഭം വന്നിരിക്കുന്നതിൻ്റെ രഹസ്യം എന്താ?
വേറെ ഒരു ചെടിയിലുമില്ല. ഈ ചെടി പല ചട്ടികളും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. അതിൽ മാത്രമാണ് ഈ ചിത്രശലം വന്നിരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു വേണ്ട. നല്ല ഭംഗിയുണ്ടല്ലേ. പുറകെ ഒന്നും അപ്പുറത്തൂടെ വന്നിറങ്ങാം. ഇതുവഴി വരാൻ. കേറുക. ഇതുവഴി പോയിട്ട് മമ്മിയും കൂടെ വരാവേ. നിൽക്കാൻ മമ്മിയും കൂടെ വന്ന് കാണിക്കാവേ. കണ്ടോ ഇങ്ങനത്തെ ഒരു സാധനത്തെ കൂടെ കയറി അങ്ങോട്ട് പോടാ. അങ്ങോട്ട് പോ, അവിടെ ഇറങ്ങണ്ട. ഓക്കെ, ഇവിടെ കയറണ്ട, അങ്ങനെ കയറണ്ട. പോരെ, ഇനി നമുക്ക് അടുത്തത് കയറേ. അങ്ങോട്ടൊക്കെ ഉണ്ട് ഇതുപോലത്തെ. അവിടുന്നും കയറാൻ പറ്റും. പേടിയുണ്ടോ? കയറ്. മമ്മിക്ക് പേടിയാ? അതുവഴി കയറാൻ പറ്റുമോ നോക്കിയേ. എനിക്ക് കയറാൻ പേടിയുണ്ടോ? കയറണ്ട, വാ പോവാം. മമ്മി അതുവഴി ഇറങ്ങാം, സ്റ്റെപ്പേ കൂടെ. വേണ്ട, വാ വാ. മമ്മി ഇറങ്ങി. എവിടാ? അതുവഴി കയറി വന്നോ? എൻ്റെ പൊന്നെ, നിരങ്ങുന്നതാണോ? നിരങ്ങുന്നത്. ബാ എങ്കി. അതാ പറഞ്ഞ അങ്ങോട്ട് വരാന്. എന്നാ തൊപ്പി വെക്ക്, ചെരുപ്പ് വെച്ചില്ലേ. തൊപ്പി പിടി. തൊപ്പി ഇലാസ്റ്റിക് ഇടണ്ട, അല്ലാതെ ഇട്ടാൽ മതി. ചുമ്മാതങ്ങ് വെച്ചാൽ മതി. അങ്ങനെ വെച്ചോ. നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലമുണ്ട്. ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാണ്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് കണ്ടാൽ നല്ല രസമാട്ടോ. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം, അതാണ് നല്ലത്. കുറേ നേരം ഈ പാർക്കിൽ കളിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള കളി നടക്കത്തില്ല. വെള്ളത്തിൽ കുറച്ച് നേരം ഇരിക്കണമെന്നുണ്ടെങ്കിൽ പാർക്കിൽ കുറേ നേരം സമയം ചിലവാക്കരുത്. ഈ ചിമ്പുറുട്ടിയാണെങ്കിൽ എന്ത് ചെയ്താൽ വിളിച്ചിട്ട് വന്നില്ല. അത് കാരണം സമയം കുറേ പോയി. ചേട്ടനും മാവേ നേരത്തെ പോയി മുകളിൽ നിൽപ്പുണ്ടേ. അപ്പം നമ്മളങ്ങോട്ട് പോവുകയാണ്. നല്ല ഭംഗി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്. പാറയും മലയും ഒക്കെ കാണാൻ നല്ല രസമാണ്. നല്ല ശുദ്ധവായു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തൊക്കെയായാലും ഇത്ര മുകളിൽ നോക്കുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ വരും കേട്ടോ, താഴോട്ട് നോക്കുമ്പോഴേ. ഇവിടുത്തെ വെള്ളച്ചാട്ടം, ചെറിയ ചെറിയ വെള്ളച്ചാട്ടവും ഒക്കെ കാണാൻ നല്ല ഭംഗി. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വാവ്, എന്ത് രസമാണ്. മുകളിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും മുകളിൽ ചെന്നൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കാണാൻ. പേടി വരും. നേരെ താഴോട്ട് നോക്കുമ്പോഴാണ് പേടി വരുന്നത് കേട്ടോ. ദൂരത്തോട്ട് നോക്കുമ്പോൾ പേടിയൊന്നും വരത്തില്ല. പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർ കയ്യിലിരിക്കുമ്പോൾ നല്ല പേടി വരുവേ. കൈ കാല് കഴിഞ്ഞു. അവിടെ നിന്നേ, നീ നിന്നേ, അങ്ങോട്ട് നീ നിന്നേ. എവിടേക്ക്? അയ്യോ, അണയ്ക്കണം. എവിടെ? തട്ടല്ലേ, കൈ തട്ടല്ലേ. നല്ല രസമുണ്ടല്ലേ. വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ടോടാ. ചെറിയ വെള്ളച്ചാട്ടം. എന്താ നമ്മൾ വന്ന പാലം കണ്ടാ? കണ്ടേ? എവിടെ ലവ് പോലത്തെ കല്ല്? എവിടെ ലവ് പോലത്തെ കല്ല് കണ്ടുപിടിച്ചേ? ഇതാ കുഞ്ഞിന്റെ കണ്ടുപിടുത്തം. കുറേ പാറകളില്ലേ.
അല്ല കുഞ്ഞേ, പാറയുടെ ഇടയിലെല്ലാം വെള്ളം, പിന്നെ മല. കുഞ്ഞിനെന്തോ ഇഷ്ടപ്പെട്ടെ? തൂക്കുപാലമാണോ അതോ ഇങ്ങനത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമാണോ? ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കണ്ടോ? അതാണോ ഇഷ്ടം? തൂക്കുപാലത്തിൽ കയറിയതാണോ ഇഷ്ടം? എന്താണ് ഇഷ്ടം? തൂക്കുപാലത്തിൽ കയറിയത്. കള്ളിപ്പെണ്ണേ, ദേ താഴോട്ട് നോക്കടാ, ഈ കല്ലിന്റെ കിടപ്പ് കണ്ടോ? ദേ ഈ കല്ലിന്റെ കിടപ്പ് കണ്ടോ? കണ്ടോ? ആ കല്ല് പാളിയായിട്ട് തിരിഞ്ഞു കിടക്കുന്നതിന്റെ കൂട്ടാ കിടക്കുന്നല്ലേ? പാളി ഇങ്ങോട്ട് നോക്ക്, ചിരിച്ചോണ്ട് നിന്നേ. ടെണ്ടടേൻ ടെണ്ടടേൻ ടെണ്ടടേ ടെണ്ടടേൻ ടെണ്ടടേൻ ടെണ്ടടേൻ. ഒരു ഹായ് തന്നെ, ഇങ്ങോട്ട് നോക്കി ഹായ് തരാൻ. കാലെന്തിനാ അങ്ങനെ വളച്ചൊടിക്കുന്നേ? മമ്മി എങ്ങനെ പറഞ്ഞ അങ്ങനെ വെച്ചേ കാല്? എന്ന് ചിരിച്ചേ, കാലടക്കി വെക്ക, ഇങ്ങോട്ട് വെക്കാവുന്നു. ആ ഒന്നുകൂടെ ചിരിച്ചേ. ഒരു ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ, ഒന്നുകൂടെ ചിരിച്ചേ. ഇനി ഇവിടെ നിന്ന് അടക്കോട്ട് നോക്കിയേ, മുകളിലോട്ട് നോക്കാം. നോക്കിയേ, ചിരിച്ചേടാ. ഇങ്ങോട്ട് നോക്കി ചിരിക്കാനേ. കാലടയ്ക്കൂ, കാലനക്കരുതെന്ന്. അനങ്ങാൻ നിൽക്കൂ. ഇപ്പം വീഡിയോ എടുക്കാൻ അനങ്ങാൻ നിന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ കുഞ്ഞിനൊക്കെ കാണാം. തിരിച്ചു പോവാണ്. അല്ല ഞാൻ നമ്മൾ തിരിച്ച് പാലം കയറി അപ്പുറത്ത് കിടന്ന് വെള്ളത്തിൽ കളിക്കാൻ പോവാ. പപ്പയ്ക്ക് ഒട്ടും പേടിയില്ലാത്തതുകൊണ്ട് പപ്പ ബസ്സിൽ നമ്മൾ ഇതുവഴി ഒന്നും വന്നില്ലല്ലോ. ഷട്ടർ ആ അതെ ഇവിടെയും വന്നിരിപ്പുണ്ട്. എന്തോരം വാ. ബട്ടർഫ്ലൈ. നമ്മൾ തിരിച്ചു പോയി. എവിടെ ചക്ക? അയ്യോ, കാലൊക്കെ കഴിച്ചിന് നമ്മൾ വെള്ളത്തിൽ കുറച്ചു നേരം കിടക്കാം. മഴ പെയ്യാതിരുന്നാൽ നല്ലത് അല്ലേ? മഴ പെയ്യുമോ? ടർക്കിയൊക്കെ ഉണ്ട്. ബാ നടക്ക്, വാ. ഞാൻ എടുക്കണോ? ഇനിയും പപ്പ മിണ്ടത്തില്ല. പേടിച്ചു പോകണ്ടെന്ന്. ഞാൻ എടുക്കണോന്ന്. സൈഡിൽ പിടിച്ചോ. എന്തൊരു രസമാണ് നോക്കിയേ. അയ്യോ ആട്ടമുണ്ട്, ഇവിടെ വരുമ്പോ ആട്ടമുണ്ട്. കുഞ്ഞു വാ, വാടാ. വാ, ഇതേ പിടിച്ചോണ്ട് വാ. സൈഡിൽ പിടിച്ചോണ്ട് വാ. പേടിയാണ്. പേടിയുണ്ടോ? ഭയങ്കര പേടിയാ. ആ ചെറിയ ആട്ടമൊക്കെ ഉണ്ട്. പപ്പ പേടിച്ചോടി കണ്ടോ? പപ്പയുടെ പോക്ക് കണ്ടോ? വാ, ഏതാണ്ട് പപ്പ അങ്ങ് പോയി. പൊക്കോ നടക്ക്. കല്ലാതെ നടന്നോ, പേടിക്കണ്ട കുഞ്ഞ്. സൈഡിൽ പിടിച്ച് നടന്നോ, അപ്പം പേടി വരത്തില്ല. പോട്ടെ, നടക്കേ. ഇനി നമ്മൾ വെള്ളത്തിൽ കളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. പപ്പയും മാവയും അങ്ങ് എത്തി. നമ്മൾ കണ്ട അവിടാണ് ഇനി വെള്ളത്തിൽ കളിക്കാൻ പോകുന്നത്. നമ്മളിതേ ഈ വശത്തു നിന്നാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. ദാണ്ട് അവിടെ
ആ വെള്ള ഇത് കാണുന്നിടത്തു നിന്നാണ്. അവിടെ നിന്നാടാ, ഇതാ അവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത്. ഇനി നമ്മൾ വെള്ളത്തിൽ കളിക്കല്ലേ. ദാ അവിടെ ആൾക്കാർ കുളിക്കുന്നിടത്ത്, അല്ല കുളിക്കുമല്ല, കളിക്കുന്നിടത്ത്, വെള്ളത്തിൽ കളിക്കുന്നിടത്ത് നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം അല്ലേ. പപ്പ അങ്ങ് പോയി, നമ്മളെ നോക്കാതെ പേടിച്ചോടി പപ്പയ്ക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ പൊക്കമുള്ളിടത്ത് കയറി ഇങ്ങനെ പോകാൻ ഭയങ്കര. ഞാൻ ഇതിൻ്റെ ഒന്ന് കറങ്ങിയൊരു വീഡിയോ എടുക്കുമായിരുന്നു. ഓക്കെ, ഹായ് പറഞ്ഞേ, ഹായ് ഹായ്, ടാറ്റ എടുത്തേ. ഇനി എന്ന് വരാനാ? കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങളിപ്പം വരുന്നത്. ഇതാ പപ്പയും മാവയും അവിടെ എത്തി. മമ്മി ഒരു ഫോട്ടോ ഇടുക ചെയ്യട്ടെ. പപ്പയും മാവയും അങ്ങ് എത്തി. ഓക്കെ, അങ്ങനെ നമ്മുടെ പാലത്തേക്കൂടുള്ള യാത്ര കഴിഞ്ഞു. ഉപ്പുവെള്ളമാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇറങ്ങിയാൽ മതി, ഇരുന്നിട്ട് കാല് പതിയെ. ഇവിടെ പാറ പെട്ടെന്ന് തെന്നു, നടക്കാൻ പറ്റത്തില്ല. കമ്മലൊക്കെ മുറുക്കിയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ ദേ ഇടി വെട്ടി മഴ പെയ്തു, നമ്മൾ ഇറങ്ങി. അവിടെ ഇരിക്കോ ആ സൈഡിൽ. ഇതാ ആ വെള്ളത്തിൽ ഇരിക്കുന്നുണ്ടോ പൊക്കത്ത്? ഇതേ ആ പുറകിലത്തെ. അവിടെ അങ്ങ് ഇരുത്തിക്കോ. എവിടെ ഇരുന്നു? ഇവിടെ നല്ല വെള്ളമുണ്ടല്ലോ. പാറയുടെ ഇടയിൽ വല്ലം ചെറുക്കൻ ഇറങ്ങാൻ കിടന്ന് മത്സരപ്പെടുത്തമാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇവിടെ നല്ല രസമുണ്ടോ? ഇവിടെയൊക്കെ ഇരിക്കാം. ഇവിടെ ആഴമുള്ള ഭാഗമൊന്നുമില്ല കേട്ടോ. എല്ലാം നമുക്ക് നിൽക്കാൻ പറ്റിയ, കൊച്ചു പിള്ളേർക്ക് നിൽക്കാൻ പറ്റിയ അതുപോലെയുള്ള ആഴമേ ഉള്ളൂ, വെള്ളമേ ഉള്ളൂ. പിന്നെ പാറയാണ് തെന്നാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ വന്ന സൈഡ് തന്നെ, വന്ന ആ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടൊന്നുമില്ല. പിള്ളേരെ കൊണ്ടായതുകൊണ്ട് അങ്ങോട്ടൊന്നും നീങ്ങിപ്പോയി പരീക്ഷണത്തിനൊന്നുമില്ല. നമ്മൾ ആ വന്ന ഭാഗത്ത് തന്നെ അങ്ങ് ഇരിക്കുവാണേ. നല്ല രസമുണ്ടോടാ? അമ്മ അവിടെ നിന്ന് നിങ്ങളുടെ വീഡിയോ എടുക്കാം. ആവശ്യമുള്ള അങ്ങോട്ട് പോട്ടെ. എൻ്റെ പുറകെ വരില്ല, അവിടെ ഇരിക്കേ. കുറച്ചങ്ങോട്ട് നീങ്ങി പോകണമെന്നൊക്കെ ജിംറുട്ടി പറയുന്നുണ്ടേ. പക്ഷെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയില്ല. നീങ്ങി നമ്മൾ ആ വന്ന ഭാഗത്ത് തന്നെ ഇരുത്തിയിട്ട് ഞാൻ ഇച്ചിരി വീഡിയോ എടുക്കാമെന്ന് കരുതി കുറച്ചങ്ങോട്ട് നീങ്ങിക്കുകയാണേ. ആദ്യമായിട്ടൊക്കെ പിള്ളേരെയും കൊണ്ട് വരുന്നവർ സൂക്ഷിക്കുക. പാറയാണ്, നല്ലവണ്ണം തെന്നും. പെട്ടെന്ന് നടന്നു പോകാമെന്നോ ഓടാമെന്നോ ഒന്നും വിചാരിക്കേണ്ട. പാറയുടെ മുകളിൽ കൂടെ നല്ലവണ്ണം തെന്നും, തലയിടിച്ച് വീഴും. ഇതൊക്കെ സൂക്ഷിക്കുക. മീൻ വന്ന് കൊത്തുന്നുണ്ട് കേട്ടോ. കുറേ മീനുണ്ട്. നമ്മളിങ്ങനെ അനക്കാതെ കാലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ മീൻ നല്ല കൊത്തുന്നുണ്ട്. നമ്മുടെ പെണ്ണ് പേടിച്ചോളൂ. മീനിന്ന് കേട്ട ഉടനെ ആൾ അടങ്ങി ഒതുങ്ങി ഏതോ വശത്ത് പോയിരിപ്പുണ്ട്. തൊട്ട് നോക്കുന്ന
ഇവിടെ ഇരുന്നോ, ഇരുന്നോ. ഹൈ, 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 ഹൈ. തല പോയി കണ്ടു നോക്കട്ടോ. അവിടെ ഇരിക്കണ്ടേ, അവിടെ ഇരിക്കേ. അവിടെ താഴ്ചയിലാണോ അല്ലേ? അങ്ങോട്ട് പോണ്ട, അവിടെ ഇരുന്നാൽ മതി. കണ്ടിട്ട് താഴ്ചയോടെ കുഞ്ഞ് മമ്മിയുടെ കാലെ മീൻ കൊത്തുന്നു, കുഞ്ഞിൻ്റെ കാലെ കൊത്തുന്നുണ്ടോ? ഉണ്ടോ? 5 മണി വരെ ഉള്ളൂ ഈ വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്നത്. 5 മണി കഴിഞ്ഞ് അവർ വിസിലടിച്ച് എല്ലാവരും കേൾക്കും. നമ്മൾ പാർക്കിൽ ഇരുന്ന് കുറേ സമയം പോയി. കുഞ്ഞിന്റെ കൈ വെള്ളം നിറച്ചേ. കുഞ്ഞിന്റെ കൈ വെള്ളം നിറച്ചു. നമ്മള് കേറാനുള്ള ബസ്സിലാണത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളു കേട്ടോ. എന്തായാലും ഈ മാസം കഴിഞ്ഞ പിന്നെ നിങ്ങൾ കേട്ടില്ല. പാർക്കിലല്ലേ കളിച്ചത്. ഇത് വെള്ളം കൈ വെച്ചേടാ, കൈ വെച്ചേ, വീഡിയോക്കകത്ത് കൈ വെച്ചേ. വിസിലടിച്ചു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാതെ